നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലും ലയൺസ് ക്ലബും സംയുക്തമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. പാതിവില തട്ടിപ്പിൽ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ പിരിച്ചുവിടുന്ന സർക്കാർ നിലപാട് ഖേദകരമാണെന്ന് DC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ സംഘർഷം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷമുണ്ടായത്. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വിദ്യാർത്ഥികളുടെ ജൈവവൈവിധ്യ കോൺഗ്രസ് ഇടുക്കി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറനാക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം നടത്തി. സ്നേഹധാര 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് കുടുംബ സംഗമം നടത്തിയത്. വാഴത്തോപ്പ് പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് സംഗമം സ്നേഹധാര 2025 സംഘടിപ്പിച്ചത്. തടിയമ്പാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ആരോഗ്യ രംഗം രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. വിശേഷിപ്പിക്കാവുന്ന തലത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്നത്. പാലിയേറ്റീവ് രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സാമ്പത്തിക പരിചരണത്തിന് കൊടുക്കുന്ന മാതൃകകൾ വലിയ തോതിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. മെഡിക്കൽ ഓഫീസർ ആൽബർട്ട് ജെ തോട്ടുപാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. പാലിയേറ്റീവ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും വേദിക്ക് ഉണർവേകി. മുതിർന്ന പാലിയേറ്റീവ് അംഗത്തെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ആശംസ അറിയിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ CB തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ചാക്കോ, ആലീസ് ജോസ്, ഏലിയാമ്മ ജോയി, രാജു കലറക്കൽ, പ്രഭാത് തങ്കച്ചൻ, സെലിൻ VM, നിമ്മി ജയൻ, വിൻസെന്റ് വള്ളാടി, ടിൻഡു സുഭാഷ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലും ലയൺസ് ക്ലബും സംയുക്തമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. DYSP PK സാബു വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലും ലയൺസ് ക്ലബും സംയുക്തമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ ഉൾപ്പെടെ, മുമ്പൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രായമായ ആളുകൾക്ക് മാത്രമായിരുന്നു ഹാർട്ട് അറ്റാക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെയായിരുന്നു വയ്പ് എങ്കിൽ ഒരുപക്ഷെ അതായിരുന്നില്ലായിരിക്കാം ശരി. പക്ഷെ ഇന്നത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ കാണുന്നത് എല്ലാ ആളുകളെയും ഈ വിഷയം ഇന്നിപ്പോൾ ഒരാശങ്ക ജനിപ്പിക്കുന്ന തലത്തിലേക്ക് വന്നിരിക്കുകയാണ്. മെഡിക്കൽ സയൻസ് അതിൻ്റെ ഏറ്റവും പുരോഗമനത്തിൽ എത്തി നിൽക്കുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധ ക്യാമ്പയിനിങ്ങിന് കൂടുതൽ പ്രസക്തിയേറുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് വ്യായാമവും അതോടൊപ്പം തന്നെ മറ്റ് ദിനചര്യകളും
ആവശ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ സെന്റ് മേരീസ് ആശുപത്രിയും ലയൺസ് ക്ലബ് ഓഫ് ഇന്ത്യയും കൂടിച്ചേർന്ന് നടത്തുന്ന ലോക ഹൃദയ ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ വാക്കത്തോൺ എല്ലാ അർത്ഥത്തിലും അർത്ഥവത്താണ്. അത് മുഴുവൻ ആളുകളെയും സ്വാധീനിക്കും. ഈ മെസ്സേജ് സമൂഹത്തിലേക്ക് നല്ലവണ്ണം പകർന്നു നൽകാൻ കഴിയും എന്ന ആ ഒരു നിലയിൽ ഡിവൈഎസ്പി PK സാബു വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഓരോ വ്യക്തിയും നിർവചിക്കപ്പെടുന്ന അവന്റെ ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഹൃദയ വിശാലതയുള്ള മനുഷ്യൻ, എത്ര ഹൃദയശൂന്യനായ മനുഷ്യൻ, അങ്ങനെയുള്ള ഓരോ വിശേഷണങ്ങൾ കൊണ്ടാണ് നാം ഓരോ വ്യക്തികളെ അല്ലേ. പ്രണയത്തിലും അതിന്റെ സിമ്പൽ എന്താണ്? ഹൃദയമാണ്. അപ്പോൾ എല്ലാത്തിലും ഹൃദയം സ്പന്ദിക്കുന്നതുകൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോലും വ്യക്തികളെ വിലയിരുത്തുന്നത് പോലും ഹൃദയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. നമുക്കറിയാം ചങ്ങമ്പുഴ പാടി കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം ഹൃദയത്തിലൂന്നിയാണ്. ഹൃദയത്തെ ബേസ് ചെയ്താണ് നാം എല്ലാവരും സ്പന്ദിക്കുന്നത്, ലോകം തന്നെ ചലിക്കുന്നത്. അപ്പോൾ ഈ ഹൃദയാരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, കടമയാണ്. നാം മനസ്സിലാക്കിയ ഈ സത്യം, ഈ വസ്തുത സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ അതിന്റെ ധന്യത കൈവരുന്നുള്ളൂ. അപ്പൊ ആ സന്ദേശവുമായി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ മെർലിൻ ഏലിയാസ് സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ ഏലിയാസ് സണ്ണി ഡെന്റൽ ക്ലിനിക് ഉടമ ഡോക്ടർ ഏലിയാസ് തോമസ് ആശംസകൾ നേർന്നു. വാക്കത്തോൺ സെന്റ് മേരീസ് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി സെന്റ് മേരീസ് ആശുപത്രിയിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ കാർഡിയോളജിസ്റ്റും സെന്റ് മേരീസ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ മാത്യു എബ്രഹാം ഹൃദയാരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. ഈ വർഷത്തെ വേൾഡ് ഹാർട്ടിന്റെ തീം ഡോണ്ട് മിസ് എ ഹാർട്ട് ബീറ്റ് എന്നാണ്. അതിനകത്തുള്ള പ്രത്യേകത ഇത്തവണ പറയുന്ന നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ഇഷ്ടപ്പെട്ടവരും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്നവർക്കും ഈ ഹാപ്പിനെസ്സുകൾ വരാതിരിക്കാനായിട്ടുള്ള 3 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്ന്, നമുക്ക് റെഗുലറായിട്ടുള്ള നമ്മുടെ ഹാർട്ടിന്റെ സിംറ്റംസ് ബോധവൽക്കരിക്കുക. ഇപ്പം ഹാർട്ടിലേക്ക് വരുന്നത് ഒരു മെയിൻ സിംറ്റം ചെസ്റ്റ് പെയിൻ ആണ്. ആ ചെസ്റ്റ് പെയിൻ എങ്ങനെ വരുന്നു, എങ്ങനെയാണ് അതിനെ പ്രതീക്ഷിക്കുന്നത്? പലപ്പോഴും ഗ്യാസ് ആയിട്ടൊക്കെ തെറ്റുകൾ പറ്റിയിട്ട് അപ്പോൾ ലേറ്റ് ആയിട്ട് ഹാർട്ട് ഡിസീസ്, ഹാർട്ടിന്റെ ഡാമേജ് കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ഹാർട്ടിന്റെ സിംറ്റംസ് ജനങ്ങളിലേക്ക് നമ്മുടെ അടുപ്പമുള്ളവരും നമ്മുടെ കുടുംബത്തിലും ബോധവൽക്കരിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കും ഒരു മിഡിൽ ഏജ് കഴിഞ്ഞവർക്കും ഹെൽത്തി ഹാർട്ട് ചെക്കപ്സ് വഴിയായിട്ട് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ മൊത്തം ജീവിതശൈലികളും ചെറിയ മെഷേഴ്സ് വഴിയായിട്ട് നമ്മുടെ മൊത്തം പോപ്പുലേഷനിൽ ഈ ഹാർട്ട് ഡിസീസിന്റെ അളവ് കുറയ്ക്കുകയും പ്രിവെന്റ് ചെയ്യുമെന്നാണ് ഇത്തവണത്തെ മെസ്സേജ്. ലയൺസ് ക്ലബ് അംഗങ്ങളും സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ജീവനക്കാരും വാക്കത്തോണിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാതിവില തട്ടിപ്പിൽ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ പിരിച്ചുവിടുന്ന സർക്കാർ നിലപാട് ഖേദകരമാണെന്ന് DC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. ഈ കുറ്റവാളിക്ക് സർക്കാർ ഒത്താശ ചെയ്തതിന് തുല്യമാണ് അന്വേഷണ സംഘത്തെ പിരിച്ചുവിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാമ്പറ്റത്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാതിവില തട്ടിപ്പിൽ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ പിരിച്ചുവിടുന്ന സർക്കാർ നിലപാട് ഖേദകരമാണെന്ന് DCC പ്രസിഡന്റ് CP മാത്യു കുറ്റപ്പെടുത്തി. 241 കോടി രൂപയുടെ തട്ടിപ്പ് നടക്കുകയും 31,000 ആളുകളുടെ പണം പിടുങ്ങുകയും ചെയ്ത ഈ കുറ്റവാളിക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നതിന് തുല്യമാണ് അന്വേഷണ സംഘത്തെ പിരിച്ചുവിടുന്നത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ കെട്ടുതാലി പണയപ്പെടുത്തി നൽകിയ പണം തട്ടിച്ച പ്രതി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ കയറിയിറങ്ങിയെന്നത് അത്ഭുതമാണെന്നും അദ്ദേഹം പറഞ്ഞു.
തെരഞ്ഞെടുപ്പിന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി നടക്കുന്ന ഒരു സെമി ഫൈനൽ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. വോട്ടർമാരെ പേരിറക്കാൻ തീരുമാനിച്ചു. വാർഡുകളിലൊക്കെ എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളും എടുത്തു. സജീവമായി ആ ജോലികൾ നമ്മുടെ പാർട്ടിയിലെ ലോക്കൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായാലും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായാലും പഞ്ചായത്ത് പ്രസിഡന്റായാലും മണ്ഡലം പ്രസിഡന്റായാലും ബ്ലോക്ക് പ്രസിഡന്റായാലും ഒക്കെ അത് വളരെ ഭംഗിയായി തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. പാർട്ടി ഏറ്റവും കൂടുതൽ ജോലി തന്ന ഒരു കാലഘട്ടമായി കേന്ദ്രത്തിലും ഭരണമില്ല, സംസ്ഥാനത്തും ഭരണമില്ലാത്തൊരു അവസ്ഥാവിശേഷമാണ് എങ്കിൽ പോലും കാലാകാലങ്ങളിൽ പാർട്ടിയിൽ നിന്നുള്ള എല്ലാ പരിപാടികളും നടത്തിയ ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവുക. പക്ഷെ എന്നിരുന്നാലും ഇനി അങ്ങോട്ട് നമ്മൾ ഇന്നലകളിൽ ചെയ്ത് കിട്ടിയതിനേക്കാൾ കൂടുതൽ ജോലികളുടെ കൂമ്പാരമാണ് ഇനി നമ്മളെ ചെയ്തുവരായിരിക്കുന്നത്. മൂന്നാം തീയതി ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ കർഷക കോൺഗ്രസ് ഇടുക്കിയിലെ കർഷകരെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന ഒരു ഭരണകൂടമുള്ള ഒരു സംസ്ഥാനത്ത് ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി കേരള കോൺഗ്രസിന്റെ സാമ്പത്തികത്തിലുണ്ട് എങ്കിൽ പോലും കർഷക മേഖലയുടെ കാർഷിക മേഖലയുടെ താല്പര്യങ്ങൾ അത് പൂർത്തീകരിച്ച് കൊണ്ടുപോകാൻ പട്ടയം കൊടുക്കുന്ന കാര്യത്തിലായാലും ചട്ടം ഭേദഗതിക്കുന്ന കാര്യത്തിലായാലും കർഷകരുടേതായ നിരവധിയായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നിയമമാക്കി കൊണ്ടുവരുന്ന കാര്യങ്ങളിലും ഒക്കെ പലപ്പോഴും ഗുരുതരമായ അലംഭാവം കാണിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത്. വെള്ളിയാമറ്റത്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് ലാലു കൊട്ടക്കയം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC ന്യൂനപക്ഷ വിഭാഗം കോർഡിനേറ്റർ മനോജ് കൊക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി NI ബെന്നി, ഇന്ദു സുധാകരൻ, ജോപി സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പ്രസിഡന്റ് രാജു ജോസ്, മണ്ഡലം പ്രസിഡന്റ് KM ഹംസ, നേതാക്കളായ ജിസൺ കിഴക്കേക്കുന്നേൽ, ബെന്നി വെട്ടിമറ്റം, മോഹൻദാസ് പുതുശ്ശേരി, സോണി കിഴക്കേക്കര, നാരായണൻ, അലക്സ് തോമസ്, ജോസ് കോയിക്കാട്ടിൽ, ജയകുമാർ, ജോസ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. അഭിലാഷ് രാജൻ, ഇന്ദു ബിജു, രാജി ചന്ദ്രശേഖർ, ജെയിംസ് പാറേക്കുടി, ഇന്ദു ഗ്ലാഡി, ലീന സിജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. ജനകീയ പ്രതിഷേധ സദസ്സും പ്രകടനവും സംഘടിപ്പിച്ചു. രാജാക്കാട് UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാജാക്കാട് ടൗണിൽ ജനകീയ പ്രതിഷേധ സദസ്സും പ്രകടനവും നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഭൂപതിവ് ചട്ടഭേദഗതി തട്ടിപ്പിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഭൂമി പതിവ് ചട്ടഭേദഗതി തട്ടിപ്പിൽ സർക്കാർ തെറ്റിന് ജനങ്ങൾ ശിക്ഷിക്കപ്പെടണമോ എന്ന ചോദ്യവുമായി UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ടൗണിൽ ജനകീയ പ്രതിഷേധ സദസ്സും പ്രകടനവും സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ കെട്ടിട നിർമ്മാണ നിരോധനം കൊണ്ടുവന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി ഗവൺമെന്റിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ നേതാക്കന്മാരും പറയുന്നു. പക്ഷെ യാഥാർത്ഥ്യം പറയുമ്പോൾ അത് നിങ്ങളെ ഉൾക്കൊള്ളാതെ അത് നുണപ്രചരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സർക്കാരിനെയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ നേതൃത്വത്തെയും ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള ന്യായീകരണ തൊഴിലാളികളായി നിങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഓരോ കാര്യത്തിലുമുള്ള നിലപാട് നമ്മളെടുത്ത് നോക്കിയാൽ നമ്മുടെ ജില്ലയിലെ കെട്ടിട നിർമ്മാണ നിരോധനം നിലനിൽക്കുകയാണ്. ഈ കെട്ടിട നിർമ്മാണ നിരോധനം 2019 ഓഗസ്റ്റ് 22 ഈ ജില്ലയിൽ ഈ സർക്കാർ കൊണ്ടുവന്ന നടപടിയാണിത്. ഈ കെട്ടിട നിർമ്മാണ നിരോധനം എന്ന് പറയുന്നത് അതിന് ഉത്തരവാദികൾ ആരാണ്? ഈ കെട്ടിട നിർമ്മാണ നിരോധനം ഇവിടെ കൊണ്ടുവന്നത് സർക്കാരാണോ, കോടതിയാണോ, അതോ പരിസ്ഥിതിവാദികളാണോ? ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? 2019 ഓഗസ്റ്റ് മാസം 22 കെട്ടിട നിർമ്മാണം ഈ ജില്ലയിൽ കൊണ്ടുവന്നത് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഗവൺമെന്റിനാണ്, ഇടതുപക്ഷ ഗവൺമെന്റിനാണ്. നിങ്ങളുടെ സൃഷ്ടിയാണ്. നിങ്ങൾ മാത്രമാണ് ഇതിൽ ഉത്തരവാദി. നിങ്ങൾ ആരെയും ഇതിന്റെ പേരിൽ ഞങ്ങളെ പ്രതികൂട്ടിൽ നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല. UDF മണ്ഡലം ചെയർമാൻ സിബി കൊച്ചുവള്ളാട്ട്, കൺവീനർ ജോഷി കന്യാക്കുഴി, UDF നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യൻ, കൺവീനർ ബെന്നി തുണ്ടത്തിൽ, R ബാലൻപിള്ള, MV ജോസ്, ജമാൽ ഇടശ്ശേരിക്കുടി, ജോസ് ചിറ്റാടി, ഷാജി അമ്പാട്ട്, OS ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.
ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ സംഘർഷം. യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ ആർക്കും പരിക്കില്ല. ദേശീയപാത 85ന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85ലെ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടും സർക്കാർ വേണ്ടവിധം ഇടപെടുന്നില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചെറുതോണി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ മന്ത്രിയുടെ ഓഫീസിന് 100 മീറ്റർ മുൻപ് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസുമായി നേരിയ സംഘർഷമുണ്ടായി. എന്നാൽ സംഘർഷത്തിൽ ആർക്കും പരിക്കില്ല. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് സമരം ഉദ്ഘാടനം ചെയ്തു. എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? ചെറുവിരലനക്കിയിട്ടില്ലല്ലോ. ഇവിടെ നമ്മൾ തെരഞ്ഞെടുത്ത അയച്ചല്ലേ 10-20 വർഷക്കാലം UDF ആയിരുന്നു. കോട്ടയം ജില്ലയിൽ നിന്ന് രാമപുരത്തുനിന്ന് ഇടുക്കിയിലേക്ക് കടന്നു വരുമ്പോ ഈ നാട്ടിലൊരു മനുഷ്യൻ അദ്ദേഹത്തെ അറിയില്ലായിരുന്നല്ലോ. ഒരാൾ പോലും അദ്ദേഹത്തെ അറിയില്ലായിരുന്നല്ലോ. ആരും അറിയാത്ത റോഷി അഗസ്റ്റി ഇടുക്കിയിലേക്ക് UDFന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു വന്നപ്പോ ഇരു കൈയും നീട്ടിയല്ലേ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്തത്. കോൺഗ്രസിന്റെ MLA-മാരായിരുന്നു ശ്രീ ജോസ് കുറ്റിയാനിയും അതുപോലെ തന്നെ റോസമ്മ ചാക്കോയുമെല്ലാം മത്സരിച്ചിരുന്ന ഇടുക്കി സീറ്റ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകിയതല്ലേ. ഞങ്ങൾ 3-4 പ്രാവശ്യം ഈ നാട്ടിലെ കൊള്ളരുതാത്ത CPM-കാരുടെ എല്ലാവിധ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വന്നപ്പോ അതിനെല്ലാം അതിജീവിച്ച് ഞങ്ങൾ സംരക്ഷിച്ചവരല്ലേ. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ, നേതാക്കളായ സോയിമോൻ സണ്ണി, ടോണി, തോമസ്, ഡി ക്ലാർക്ക്, സെബാസ്റ്റ്യൻ, MA അൻസാരി, കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് അനീഷ് ജോർജ്, ജോയി വർഗീസ്, ടോമി പാലക്കീൽ, മാർട്ടിൻ വള്ളാടി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബാങ്കിംഗ് മേഖലയിൽ 1 നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള കാനറ ബാങ്കിന്റെ പുതിയ ശാഖ കരിമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപം വരിക്കാശ്ശേരിയിൽ കൊമേഴ്സ്യൽ സെന്ററിലാണ് കാനറ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി നിർവഹിച്ചു. ATM കം CDMന്റെ ഉദ്ഘാടനം കരിമണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി വിൽസൺ നിർവഹിച്ചു. കഴിഞ്ഞ 119 വർഷമായി ഇന്ത്യയൊട്ടാകെ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കാനറ ബാങ്കിന്റെ പുതിയ ശാഖ കരിമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമീണ മേഖലയിലും സാന്നിധ്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാനറ ബാങ്ക് കരിമണ്ണൂരിൽ പുതിയ ശാഖ ആരംഭിച്ചത്. ATM കം CDM സൗകര്യവും ലോക്കർ സൗകര്യവും പുതിയ ബ്രാഞ്ചിൽ ലഭ്യമാണ്. കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിക്ക് സമീപം വരിക്കാശ്ശേരിയിൽ കൊമേഴ്സ്യൽ സെന്ററിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. കാനറ ബാങ്ക് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ നിർവഹിച്ചു. നമ്മുടെ കരിമണ്ണൂരിൻ്റെ ഏറ്റവും ഹൃദയം, അതായത് സെന്റ് മേരീസ് ചർച്ചിൻ്റെയും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഏതാണ്ട് ഹൃദയഭാഗത്ത് തന്നെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ഈ കാനറ ബാങ്കിൻ്റെ നമുക്കറിയാം ഇതിനകത്ത് ഭാരവാഹികൾ കുറേ ദിവസങ്ങളായി രാപകലില്ലാതെ ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇത്രയും രീതിയിൽ ആളുകളെയൊക്കെ കയറി കണ്ട് അവരോടൊക്കെ സഹകരണം ആവശ്യപ്പെടുകയും അക്കൗണ്ടുകൾ തുറക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. നമുക്കറിയാം കുടുംബശ്രീ ഞങ്ങളുടെ ഇപ്പം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീയൊക്കെ ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ്. അപ്പോൾ കുടുംബശ്രീ പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഓരോ ബാങ്കും ഓരോ സഹായങ്ങൾ നമുക്ക് നിരവധിയായ സഹായങ്ങൾ നമുക്ക് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രസ്ഥാനവും നമുക്ക് ഈ ബാങ്ക് തുറക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ ഒരു
നമുക്കറിയാം ഒരു വീട് പണിയുന്നതിനാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ നോട്ടീസ് ബ്രാഞ്ചിനോട് ചേർന്നുള്ള ATM കം CDMന്റെ ഉദ്ഘാടനം കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി വിൽസൺ നിർവഹിച്ചു. കരിമണ്ണൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനത്തിന് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുവാൻ ബാങ്കിന് കഴിയട്ടെ എന്ന് കരിമണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ആശംസിച്ചു. കാനറ ബാങ്കിന്റെ ബ്രാഞ്ച് ഇടുക്കി ജില്ലയിൽ എവിടെ ആരംഭിച്ചാലും മികച്ച സഹകരണമാണ് ലഭിക്കുന്നത് എന്നും അതിന്റെ ബലത്താലാണ് പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നതെന്നും കാനറ ബാങ്ക് കോട്ടയം റീജിയണൽ AGM അജയ് പ്രകാശ് DS പറഞ്ഞു. Specifically take Idiki district, 1.5 years before, only 6 branches are there. Last year, in this 1.5 years, we have opened around 5 branches, and these 5 branches have added around 130 crores Idiki Jillela Matra within 1.5 years. This business addition has given us more confidence that we can open more branches in Idiki district. Adana. Today we are opening Karimanur branch. Within another 15 days, Muttam branch we are going to open. High range Yelapara branch we are going to open. And in Kottayam we are going to open Paiga. All in this 3 months. This October Masatra Matram, Muttam and Paiga additional I to open. So thank you everywhere. Every Canara Bank branch open Jedalo, we have got very good response. And thank you for the support. Here Karimanur also we are expecting. ചടങ്ങിൽ കരിമണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി വിൽസൺ, മെമ്പർമാരായ AN ദിലീപ് കുമാർ, ആൻസി സിറിയക്, സാൻസൺ അക്കക്കാട്, ബിബിൻ അഗസ്റ്റിൻ, കരിമണ്ണൂർ CDS ചെയർപേഴ്സൺ പുഷ്പ വിജയൻ, കേരള വ്യാപാരി ഏകോപന സമിതി കരിമണ്ണൂർ മേഖലാ പ്രസിഡന്റ് ചെറിയാൻ VJ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോട്ടയം റീജിയണൽ ഡിവിഷണൽ മാനേജർ രഞ്ജിനി S സ്വാഗതവും കരിമണ്ണൂർ ബ്രാഞ്ച് സീനിയർ മാനേജർ അജയ് ഏലിയസ് തോമസ് നന്ദിയും പറഞ്ഞു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിഫോം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ കൂട്ടയോട്ടം നടത്തി. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മണക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ജ്യോതി K തോംസൺ സന്ദേശം നൽകി. വഴുത്തല ടൗണിൽ നടത്തിയ കൂട്ടയോട്ടത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ യൂണിഫോം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ ബോധവൽക്കരണ കൂട്ടയോട്ടം നടത്തി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ മണക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നടന്ന കൂട്ടയോട്ടം മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. മണക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ജ്യോതി K തോംസൺ സന്ദേശം നൽകി. മണക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി AR ഉഷ, വാർഡ് മെമ്പർ TC ജോബ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MD റോയ്, ഹെഡ് മിസ്ട്രസ് GG ജെയിംസ്, PTA പ്രസിഡന്റ് ജെയ്സൺ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വഴുത്തല ടൗണിൽ നടത്തിയ കൂട്ടയോട്ടത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളായ 100ഓളം വിദ്യാർത്ഥികളും മണക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ, MLSPമാർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടികൾക്ക് സീനിയർ അധ്യാപകരായ അനിത അലക്സ്, ജോയി ഇളവനാൽ, സ്റ്റാഫ് സെക്രട്ടറി ജോയൽ ചെറിയൻ, സ്കൗട്ട് മാസ്റ്റർ സോണൽ ചാക്കോ, ഗൈഡ് ക്യാപ്റ്റന്മാരായ സോളി മാത്യു, അമൃത R നായർ, JRC കോർഡിനേറ്റർമാരായ കുച്ചിറാണി N ജോർജ്, സിസ്റ്റർ മിനി സെബാസ്റ്റ്യൻ, അധ്യാപകരായ സാബു ജോസ്, ജെയ്സൺ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വഴുത്തല. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന 18ാമത് വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് ഇടുക്കി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു.
ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീർണാംകുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന 18ാമത് വിദ്യാർത്ഥികളുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് ഇടുക്കി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീർണാംകുന്നിൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം, ആ അവകാശത്തെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന്റെ അതിന്റെ ഏതിനും അധിപൻ ഞാനാണെന്ന വ്യാമോഹത്താൽ ഇന്ന് പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ന് മനുഷ്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയ പ്രാണി മുതൽ, നമുക്കൊരു ഉറുമ്പ് മുതൽ ഇവിടെ സൂചിപ്പിച്ചു ഏറ്റവും വലിയ മൃഗം വരെ ഈ ഭൂമിയുടെ അവകാശികളാണ്. നമ്മള് മരം വെട്ടുന്ന ചെയർമാൻ സൂചിപ്പിച്ചു, ഒരു മരം വെട്ടിയാൽ 1 അല്ല 100 മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് ഓക്സിജൻ നൽകുന്ന മരങ്ങൾ, കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്ന മരങ്ങൾ, അത് നശിച്ചു പോയാൽ നമുക്കറിയാം നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പോലും നിർവാഹമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് ഓർമ്മപ്പെടുന്നു. അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങൾക്കും ദൈവം സൃഷ്ടിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൂമി. അപ്പൊ ഈ ഭൂമി ഈ രീതിയിൽ സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്കും വരുവാൻ പോകുന്ന തലമുറയ്ക്കും ഇത് സംരക്ഷിച്ചു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ സ്വന്തം ലാഭത്തിന് വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി ഈ ഭൂമിയെ ഇന്ന് മറ്റ് എല്ലാ മേഖലയും നശിപ്പിക്കുന്ന പ്രവണത മനുഷ്യ സമൂഹത്തിൽ ഇന്ന് കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ മുഹമ്മദ് മുഖ്യാതിഥിയായി. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം GHSS ഹെഡ്മാസ്റ്റർ ജെനി വി രാഘവൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ അശ്വതി VS തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മത്സരങ്ങൾ നടത്തി. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി കുട്ടികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മികച്ച കർഷകന് ആദരവുമായി കാർഷിക വികസന ബാങ്ക്. ബാങ്കിന്റെ 26ാമത് വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് ആദരവ് സംഘടിപ്പിച്ചത്. പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് റോയ് കെ പൗലോസ് അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് ഇടുക്കി റീജിയണൽ മാനേജർ ശിവകുമാർ KS, കോഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ യൂണിറ്റ് ഇൻസ്പെക്ടർ അജിത് രാജ്മോഹനൻ, ബാങ്ക് ഡയറക്ടർമാർ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. തൊടുപുഴ കാർഷിക വികസന ബാങ്ക് തൊടുപുഴ താലൂക്കിലെ മികച്ച കർഷകനെ കണ്ടെത്തി ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി ആദരിച്ചു. ബാങ്കിന്റെ 26ാമത് വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് ആദരവ് സംഘടിപ്പിച്ചത്. അതോടൊപ്പം ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ ഈ വർഷത്തെ SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും, ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് എല്ലാ മാസവും കൃത്യമായി വായ്പ തുക തിരിച്ചടച്ച അംഗങ്ങൾക്ക് ഉപഹാരവും നൽകി. ബാങ്കിൽ നിന്നും വായ്പയെടുത്ത മികച്ച കർഷകനാണ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചത്. വണ്ണപ്പുറം പുളിക്കത്തൊട്ടി സ്വദേശി കൂനമ്പാറയിൽ പ്രിൻസൺ K സെബാസ്റ്റ്യനും ഭാര്യ അനുമോൾ K ബെന്നിയുമാണ് സമ്മാനത്തിന് അർഹനായത്. ബാങ്ക് പ്രസിഡന്റ് റോയ് കെ പൗലോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ കേരള സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് ഇടുക്കി റീജിയണൽ മാനേജർ ശിവകുമാർ KS, കോഓപ്പറേറ്റീവ് അസിസ്റ്റന്റ് രജിസ്ട്രാർ യൂണിറ്റ് ഇൻസ്പെക്ടർ അജിത് രാജ്മോഹനൻ, ബാങ്ക് ഡയറക്ടർമാരായ ഷിബിലി സാഹിബ്, KM സലീം, PN സീതി, രാജേഷ് K, ഇന്ദു സുധാകരൻ, R ജയൻ, ഷേർലി അഗസ്റ്റിൻ, ടെസി ജോണി, സഫിയ ജബ്ബാർ, ബാങ്ക് സെക്രട്ടറി ഹണിമോൾ M എന്നിവർ പ്രസംഗിച്ചു. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ക്ഷീണം അത് ചെറുതല്ല, നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ തൊടുപുഴ ഈ താലൂക്കാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത്. ഇവിടെ റബ്ബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വരുമാനം എന്ന് പറയുന്നത്. അതാണ് ഏത് കുടുംബത്തിൻ്റെയും ഒരു നിലനിൽപ്പിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ മേഖലയിൽ റബ്ബറാണ്. റബ്ബറിനുണ്ടായ വളരെ വലിയ വിലത്തകർച്ച ഈ തൊടുപുഴയിലെ നമ്മുടെ ബാങ്കിനെ ബാധിച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ടല്ല ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ 200-240 രൂപ വരെയൊക്കെ വില വന്ന റബ്ബറിന് ഇപ്പോൾ അല്പം കുറഞ്ഞിട്ട് കൂടി നിൽക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ഒരു 180-185 തലത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. ഈ റബ്ബറിന് വില കുറഞ്ഞതോടുകൂടി ഭൂമിയുടെ വില കുറഞ്ഞു പോയിട്ടുണ്ട്. പഴയതുപോലെ ഒരു 10 വർഷം മുമ്പ് നടന്നിരുന്ന പോലെയുള്ള ഭൂമി വസ്തു കച്ചവടം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു 1500 ആളുകൾ കുടിശ്ശികക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മഹാഭൂരിപക്ഷം ആളുകളുമൊക്കെ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലോൺ എടുത്തിട്ട് കുടിശ്ശികയായി കഴിഞ്ഞാൽ
ഒന്നുകിൽ പണയപ്പെടുത്തിയിരിക്കുന്ന വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമോ അല്ലാന്നുണ്ടെങ്കിൽ പണയപ്പെടുത്താത്ത ബാക്കിയുള്ള വസ്തുവിൻ്റെ ഏതെങ്കിലും ഭാഗമൊക്കെയോ 10-20 സെൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ബാധ്യത തീർക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്നും നടക്കാൻ പറ്റാത്ത കാലമാണ്. തൊടുപുഴ മുനിസിപ്പൽ യു പി സ്കൂൾ വെങ്ങല്ലൂരിൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. കായിക താരങ്ങളുടെ വർണ്ണഭമായ മാർച്ച് പാസ്റ്റിന് ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ NP പ്രദീപ് സല്യൂട്ട് സ്വീകരിച്ചു. സ്പോർട്സ് ഡേ ഉദ്ഘാടനം മുൻ സന്തോഷ് ട്രോഫി താരം സലീംകുട്ടി നിർവഹിച്ചു. കായിക താരങ്ങളുടെ സൂംബയും ഉണ്ടായിരുന്നു. യോഗത്തിൽ PTA പ്രസിഡന്റ് ഫൈസൽ EH അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ ഷമീർ കുഞ്ചാവീടൻ, MPTA പ്രസിഡന്റ് സൂര്യ സുരേഷ്, SMC അംഗം റഫീഖ് പള്ളത്തുപറമ്പിൽ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്വപ്ന MR, SRG കൺവീനർ ഷാമില KB എന്നിവർ സംസാരിച്ചു. അകാലത്തിൽ വേർപിരിഞ്ഞ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറിയും INTUC ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TS സതീഷിന്റെ മൂന്നാമത് അനുസ്മരണ ദിനാചരണം KPW യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ ദിനാചരണം AICC അംഗവും KPW യൂണിയൻ പ്രസിഡന്റുമായ മുൻ MLA അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. അകാലത്തിൽ വേർപിരിഞ്ഞ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറിയും INTUC ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TS സതീഷിന്റെ മൂന്നാമത് അനുസ്മരണ ദിനാചരണം KPW യൂണിയന്റെ നേതൃത്വത്തിൽ പാമ്പനാറിൽ വെച്ച് നടന്നു. തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി തന്റെ പൊതുപ്രവർത്തന രംഗം മാറ്റിവെച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു അകാലത്തിൽ വേർപിരിഞ്ഞ TS സതീഷ്. കോൺഗ്രസിനൊപ്പം KPW യൂണിയൻ സെക്രട്ടറി, INTUC ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന TS സതീഷ് എന്ന സാധാരണക്കാരുടെ നേതാവ് 2022 സെപ്റ്റംബർ 29 തന്റെ പ്രസ്ഥാനത്തെയും ജനങ്ങളെയും സ്വന്തം കുടുംബത്തെയും വേർപിരിഞ്ഞു പോയത്. TS സതീഷിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ TS സതീഷ് മൂന്നാമത് അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചത്. പാമ്പനാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ ദിനാചരണത്തിൽ KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനടുത്ത് അധ്യക്ഷനായിരുന്നു. KN നജീബ് സ്വാഗതം ആശംസിച്ചു. AICC അംഗവും KPW യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് EM അഗസ്തി XMLA അനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള ആളുകളാണ് പ്രവർത്തകരുടെ നിരയിൽ നിന്ന് നേതാക്കന്മാരുടെ നിരയിലേക്ക് എത്തുന്നത്. എല്ലാവരും എല്ലാ പ്രവർത്തകരും നേതാക്കന്മാരാകുന്നില്ല. നേതാക്കന്മാരാവുക എന്ന് പറയുന്നത് അത് നേതൃശേഷിയാണ്. നേതൃശേഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോസിറ്റീവ്നെസ്. രണ്ടാമത്തെ കാര്യം കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമാണ്. എനിക്കെല്ലാം അറിയാമെന്ന് ഭാവിക്കുന്ന കുറേ ആളുകളെങ്കിലും നമ്മുടെ പാർട്ടിയിലുണ്ട്. അങ്ങനെയുള്ള ആൾ ഭൂരിപക്ഷവും അവർക്ക് പുതിയതായിട്ടൊന്നും അറിയാൻ താല്പര്യമില്ല. മറിച്ച് കാര്യങ്ങൾ മാറുന്ന സാഹചര്യത്തെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ആർജവത്വവും താല്പര്യമുള്ള ആളുകളാണ്. അങ്ങനെയാണ് നേതൃത്വത്തിന്റെ സവിശേഷമായ പ്രത്യേകതകൾ. ഇത് രണ്ടും ഉണ്ടായിരുന്ന ആളാണ് ശ്രീ സതീശൻ. പക്ഷേ ഈ രണ്ടും അതിൻ്റെ പ്രയോജനത്തിലെത്താനുള്ള അവസരമുണ്ടായില്ല, അല്ലെങ്കിൽ അതിനുള്ള ദൈവാനുഗ്രഹം ഉണ്ടായില്ല, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും. കാരണം അതിൻ്റെ ആ ശേഷിയെല്ലാം ഉണ്ടായിരുന്നിട്ടും അകാലത്തിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അകാലത്തിൽ എന്ന് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും ശരി,
അതിന് വലിയ ബാധ്യതകളുണ്ട്. ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞാൽ അനാഥമാകും കുടുംബങ്ങൾ. ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുട്ടികളൊക്കെ വളരെ ചെറുപ്പമാണ്, സ്വന്തമായി പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അങ്ങനെ അനാഥത്വത്തിലേക്ക് ഒരു കുടുംബം കൂടി നിൽക്കുന്നു എന്ന കാര്യം, മറിച്ച് നമ്മൾ മച്ചുറായി പ്രായമായി ഒക്കെ നമ്മൾ ജീവിതത്തിൽ എല്ലാവരും മരിക്കും. പക്ഷെ അപ്പോഴത്തേക്ക് അവരുടെ കുടുംബത്തെ പറ്റിയോ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ സംബന്ധിച്ച് അവർക്ക് സ്ഥിരതയുണ്ടാവും. അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ശ്രീ സതീഷ് നമ്മളെ വിട്ടുപോയത്. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PK രാജൻ, DCC ജനറൽ സെക്രട്ടറി ശാന്തി രമേശ്, INTUC റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, ജില്ലാ ജനറൽ സെക്രട്ടറി P നിക്സൺ, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മണിമേഖല, നേതാക്കളായ ഷാൽ വെട്ടിക്കാട്ട്, K രാജൻ, അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, രാജൻ കുഴുമാക്കൽ, P നല്ലാഷൻ, ഷാജി P ജോൺ, ശാരി ബിനിശങ്കർ, മനോജ് രാജൻ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. M ശേഖർ അനുസ്മരണ ദിനാചരണ യോഗത്തിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. സതീഷിന്റെ സഹധർമ്മിണി ശ്രീജ, മകൻ അതുൽ S കൃഷ്ണ എന്നിവരും അനുസ്മരണ ദിനാചരണത്തിൽ സന്നിഹിതരായിരുന്നു. BBC ന്യൂസ്, പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റലും ലയൺസ് ക്ലബും സംയുക്തമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. പാതവില തട്ടിപ്പിൽ നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ പിരിച്ചുവിടുന്ന സർക്കാർ നിലപാട് ഖേദകരമാണെന്ന് DC പ്രസിഡന്റ് CP മാത്യു പറഞ്ഞു. ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ സംഘർഷം. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെയാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി സംഘർഷമുണ്ടായത്. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന വിദ്യാർത്ഥികളുടെ ജൈവവൈവിധ്യ കോൺഗ്രസ് ഇടുക്കി ജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.